വളരെ നിർഭാഗ്യകരമായ സമീപനമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അദ്ദേഹം പ്രശ്നത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ ഒരു മുഖവര പറഞ്ഞു നിർത്തുന്ന നിലയാണ് സ്വീകരിച്ചത് എന്നാണ് തോന്നുന്നത്. സർ, ഇവിടെ പെട്രോൾ ഡീസൽ വില വർധനവ് അതീവ ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞു, ഇനിയും ആ പ്രതിസന്ധി വർദ്ധിക്കാനാണ് പോകുന്നത്. അത്രയും ഗുരുതരമായ സാഹചര്യം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശരിയായ രീതിയിൽ സൂചിപ്പിച്ചു. ഇതിനിടയാക്കിയത് പശ്ചിമേഷ്യയിൽ ഉടലെടുത്ത പ്രതിസന്ധിയാണ്, യുദ്ധ സാഹചര്യം. സർ, യുദ്ധത്തിന് മുൻപ് ഉള്ള 3 വർഷം എണ്ണവില വീപ്പക്ക് $70 പക്ഷേ അപ്പോഴും നമ്മുടെ രാജ്യത്ത് എണ്ണവിലയിൽ ഒരു കുറവുണ്ടായില്ല. വർധനവ് ആ സമയത്ത് നിലനിൽക്കുകയില്ല. ഇത് സംഭവിച്ചത് എണ്ണവിലയുടെ പൂർണ്ണ നിയന്ത്രണാധികാരം ഒരു കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് കയ്യിലായിരുന്നു. അത് ആ അധികാരം ഉപേക്ഷിച്ച് എണ്ണ കമ്പനികൾക്ക് ആ അധികാരം നൽകിയത് പഴയ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ കാലത്തായി. സർ, ഇവിടെ കോൺഗ്രസ് തുടങ്ങി വെച്ചത് BJP അതിശക്തമായി തുടരുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കഴിഞ്ഞ ഘട്ടത്തിൽ മാത്രമായി എണ്ണ കമ്പനി 2 ലക്ഷം കോടി രൂപയുടെ ലാഭം കൊയ്തെടുത്തു എന്നുള്ളതാണ്. ഇതിൽ ഒരു തരത്തിലുള്ള നിയന്ത്രണം കൊണ്ടുവരാൻ കേന്ദ്ര ഗവൺമെന്റ് സന്നദ്ധമായില്ല. സർ, ഇവിടെ നാം ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്തിന് ഇപ്പോ ഒരു പരമാധികാര രാഷ്ട്രം എന്ന നില കൃത്യമായി തന്നെ പാലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതും നാം ഗൗരവമായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. വെനിസ്വലയിൽ നിന്നും റഷ്യയിൽ നിന്നും നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നു. സർ, എന്തിനാണ് അത് നിർത്തിവെച്ചത്? അമേരിക്കക്ക് ട്രംപിന് ഇഷ്ടമല്ല എന്ന് വന്നപ്പോൾ അത് നിർത്തുകയാണ് ചെയ്തത്. സർ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, റഷ്യയിൽ ഇറക്കുമതി ചെയ്യുന്ന എണ്ണക്ക് 40% വരെ ഡിസ്കൗണ്ട് അനുവദിച്ചിരുന്നു. അതുപോലും അമേരിക്കയുടെ താല്പര്യത്തിനു വേണ്ടി ഇറക്കുമതി പാടില്ല എന്ന് ട്രംപ് കൽപ്പിച്ചപ്പോൾ അതിന് കീഴ്വഴങ്ങുന്ന നിലയാണ് NDA ഗവൺമെന്റ് സ്വീകരിച്ചത്.